നമസ്കാരം. ബിഗ് ബോസിനെ കുറിച്ച് പറയാനല്ല, പക്ഷെ ബിഗ് ബോസിലെ ഒരു കാര്യം കണ്ടപ്പം എനിക്ക് മറ്റൊരു സംഭവം കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ട ഒരു സംഭവത്തെക്കുറിച്ച് പറയണം തോന്നി. അതായത് ഡോക്ടർ ബിന്നിയോട് ലാലേട്ടൻ ചോദിക്കുന്നു, രക്തം കട്ട പിടിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന്. വൈറ്റമിൻ കെ ആണ്, അത് അവർക്കറിയില്ല. അടുത്തിരുന്ന് ആരോ പറഞ്ഞു കൊടുത്തത് പുള്ളിക്കാരി പറയുകയാണ് ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ ബിന്നി നമുക്ക് കേൾക്കാം. ചൈനയിൽ നിന്ന് പഠിച്ചു വന്ന ഡോക്ടറാണ്. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, ഞാൻ ശ്രദ്ധിച്ചൊരു വാർത്ത, കഴിഞ്ഞ ദിവസം ഒരു പത്രവാർത്ത, ഒരു ഗീത എന്ന് പറയുന്ന ഒരു നേഴ്സിനെ അവരുടെ നാട്ടുകാർ ആദരിക്കുന്ന ഒരു വാർത്ത ഞാൻ പത്രത്തിൽ വായിച്ചു. സംഭവം നടന്ന മലപ്പുറത്താണ്. മലപ്പുറത്ത് ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ ഒരു ഗർഭിണി ചികിത്സ തേടുന്നു. അവരവിടുത്തെ ഗർഭിണി അവിടെയാണ് അവർ ചികിത്സ തേടിയത്. അപ്പോൾ അവരുടെ കുട്ടി മരിച്ചുപോയി എന്ന് അവർക്ക് നേരത്തെ മനസ്സിലാക്കുന്നു ഡോക്ടർമാർ. അങ്ങനെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് കൃത്രിമമായുള്ള ഒരു അതായത് പെയിൻ കൊടുത്ത് നോർമലായിട്ട് തന്നെ അവരെ പ്രസവിപ്പിച്ചപ്പം പുക്കിൾക്കുടിയൊക്കെ കഴുത്തിൽ കുരുങ്ങിയതായിരുന്നു. അപ്പം കുട്ടിയെ പൊതിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സിസ്റ്റർ ഗീതയെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അവർ നോക്കുമ്പം ആ കുട്ടിയുടെ പുക്കിൾക്കുടിയുടെ ഭാഗത്തൊരു ചെറിയ അനക്കം കാണുന്നു. അങ്ങനെ എന്തായാലും കൊള്ളാം, അത് പെട്ടെന്ന് ഡോക്ടർമാരെ അറിയിച്ച് 1.5 മണിക്കൂറിന് ശേഷം കുട്ടിക്ക് ജീവൻ കിട്ടി, കുട്ടി സുരക്ഷിതമായിട്ടിരിക്കുന്നു എന്നൊരു വാർത്ത നമുക്കുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വാർത്തകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന, ഇതുപോലെ വിദേശത്തു നിന്നൊക്കെ പഠിച്ച് ചൈനയിൽ നിന്നൊക്കെ ധാരാളം ഡോക്ടർമാർ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ ഹോസ്പിറ്റലിനൊന്നും പേരില്ല, ഈ ഡോക്ടർമാർക്കും പേരില്ല. ഒരു പെറ്റി കേസ് വന്നാൽ ജാതകവും സകല കാര്യങ്ങളും തപ്പിയെടുത്തുകൊണ്ട് വന്ന മാധ്യമപ്രവർത്തകർക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ എന്തേ പേരോ നാളോ ഇല്ലാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പൊതുജനങ്ങൾ അറിയേണ്ട ഒരു ഹോസ്പിറ്റലല്ലേ അത്, അല്ലേ? അവിടെ നടന്ന ഒരു അതായത് ഡോക്ടർമാർ എത്ര, നമ്മളിപ്പോൾ ഓരോ മരിച്ച ആൾ ചെന്ന പോസ്റ്റ്മോർട്ടം ചെയ്യില്ലേ, ഈ കുട്ടി മരിച്ചതാണെന്ന് അറിഞ്ഞിട്ടും ആ കുട്ടിയെ എന്തുകൊണ്ട് ഒന്നുകൂടെ ഒന്നും പരിശോധിച്ചില്ല എന്നല്ലേ ആ വിദഗ്ധ ഡോക്ടർമാർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എന്നിട്ട് പോലും അവരെന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ വിദഗ്ധ ഡോക്ടർമാരും ഈ വിദഗ്ധ ഹോസ്പിറ്റലുകളും അല്ലെങ്കിൽ ഈ പ്രശസ്തമായ ഹോസ്പിറ്റലിനും നമുക്ക് എന്തുകൊണ്ടാണ് പേരില്ലാത്തത്? ഇങ്ങനെ പേരില്ലാത്ത കുറേ കാര്യങ്ങൾ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് എനിക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് മനസ്സിലായില്ല. നിങ്ങളെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു ന്യൂസോ അല്ലെങ്കിൽ ആ ഇതിനെക്കുറിച്ചോ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. പക്ഷേ ഞാൻ തപ്പിയിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല, ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ കുറേ ശ്രമിച്ചു. 19-ാം തീയതി വന്ന ന്യൂസാണ്. ഞാൻ 2-3 ദിവസം ശ്രമിച്ചു ഇതിൻ്റെ വാർത്ത എന്തെങ്കിലും ഇതിനകത്ത് വരുന്നത്, പക്ഷേ ഞാൻ കണ്ടില്ല. കാണുകയാണെങ്കിൽ നമ്മളെ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നേഴ്സിൻ്റെ പേര് വന്നു, പക്ഷേ ഈ ഇങ്ങനെ ധാരാളം നമുക്ക് ശ്രദ്ധിച്ചറിയും. ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിലൊന്നും പേരുമില്ല, ഡോക്ടർമാർക്ക് പേരില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമേ ഇപ്പം ഡോക്ടറിൻ്റെ ഒരു ഡോക്ടർ മാത്രം, ഇപ്പോൾ ഹാരിസിനെ പോലൊക്കെ ഒരാൾ മാത്രമായിരുന്നെങ്കിൽ പേരും നാളും ഒക്കെ വന്നേനെ. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവരുടെ ആ ഫേവറിസം എത്ര ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള വാർത്തകൾ ശ്രദ്ധിക്കുക.